നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പുതിയൊരു കാറ് വാങ്ങിക്കുമ്പോൾ നമ്മൾ ആ കാറിൻ്റെ ഏതൊക്കെ വെറൈറ്റികളുണ്ട്, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ തിരക്കാറുണ്ട്. നമുക്കിപ്പോൾ ഫോർഡ് വേണോ, അല്ലെങ്കിൽ മഹീന്ദ്രയുടെ വണ്ടി വേണോ, അല്ലെങ്കിൽ ഓഡി വേണോ, ബെൻസ് വേണോ, ഇതൊക്കെ നമ്മൾ ആ ഓരോ കാറിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കും, അതിൻ്റെ മൈലേജ് നോക്കാറുണ്ട്. അതുപോലെ തന്നെ ഏത് വാഹനം എടുത്താലും നമ്മൾ അങ്ങനെ ഒരുപാട് അന്വേഷണങ്ങൾക്ക് ശേഷമാണ് നമ്മളൊരു വണ്ടി വാങ്ങുന്നത്. നമ്മളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണ്, ഏത് ബിസിനസ് ആണെങ്കിലും ആ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണ്. ആ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോഴും നമ്മൾ ഏത് ബിസിനസ്സാണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മളൊരു ചെറിയ സ്റ്റേഷനറി കട തുടങ്ങാൻ പോയാലും ആ സ്റ്റേഷനറി കട കൊണ്ട് എന്തൊക്കെ പ്രയോജനങ്ങളാണ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേഷനറി കട അവിടെ ഇട്ടാൽ വിജയിക്കുമോ, ഏതൊക്കെ സാധനങ്ങൾ അവിടെ വെച്ചാൽ നമുക്ക് വിൽക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിക്കാറുണ്ട്. പക്ഷേ നമ്മൾ പോൾട്രിയിലേക്ക് വരുമ്പോൾ മാത്രം നമ്മൾ ആ കാര്യങ്ങളൊന്നും നോക്കാതെയാണ് പല ആളുകളും വരുന്നത്. എല്ലാ കാര്യങ്ങളും പരിപൂർണമായിട്ടും പഠിച്ചിട്ട് നമുക്ക് ചെയ്യുക എന്നത് അസാധ്യമാണ്. എങ്കിലും നമ്മൾ കുറച്ചൊക്കെ നമ്മൾ അതിനെക്കുറിച്ചൊരു ബോധം ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. ഈ ബോധം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഒരു സിമ്പിൾ കേസാണ്, നമുക്ക് എങ്ങനെയെങ്കിലും കുറച്ച് കോഴികളെ ഒക്കെ എടുത്ത് വളർത്താൻ നോക്കാം, കുറച്ച് എല്ലാവരും പറയുന്നത് കുറച്ച് വളർത്തി നോക്കാം എന്ന രീതിയിൽ വളർത്തുന്ന ആളുകളുണ്ട്. നമുക്ക് അതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാരണ വേണം. നമുക്ക് ഏതൊക്കെ കോഴികളെ വളർത്തിയാൽ നമുക്ക് ലാഭകരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാം, അതുപോലെ തന്നെ ഏതൊക്കെ ബ്രീഡിനെ നമുക്ക് വളർത്തിയാൽ നമുക്ക് നല്ല രീതിയിൽ നമുക്കൊരു വരുമാനം ഉണ്ടാക്കാം. അത് ഈ ഓരോ കോഴികളുടെ ജനുസിന് അനുസരിച്ച്, അല്ലെങ്കിൽ ഓരോ കോഴികളുടെ ജനുസിനെ അനുസരിച്ചിട്ട് തീറ്റക്രമങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ നിർബന്ധമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കാണാം, പൂർണ്ണമായിട്ടും കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും തന്നെ കാണുക. നമ്മളൊരു ഫാമിംഗ് രംഗത്തേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരുപാട് കടമ്പകളുണ്ട്. അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര നമുക്ക് മുടക്കാനുണ്ടാവും അത് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. നമുക്കിപ്പോൾ 1,00,000 രൂപ നമുക്ക് മുടക്കാനുണ്ടെന്ന് നമ്മൾ കരുതുക. ഈ 1,00,000 രൂപ മുടക്കാനുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അതിൻ്റെ ഒരു 25% വെച്ച് നമ്മൾ വെച്ചിട്ട് അതിനൊരു ഷെഡ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഒന്നായ അതിൻ്റെ കൂട് അല്ലെങ്കിൽ ഷെഡ് നിർമ്മിക്കുക. അതിനുശേഷം നമ്മൾ ഏതിനെ നമ്മൾ ബ്രീഡിനെ വളർത്തണം. ഒരു ബ്രീഡിനെ ഏതിനെ വളർത്തണമെന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ പലതരത്തിലുള്ള ബ്രീഡുകൾ നമ്മുടെ മുമ്പിലേക്ക് വരിക. അതിൽ ബ്രോയിലർ ഉണ്ടാവും, അതിൽ ലെയർ ബേഡ്സുകളുണ്ടാവും, അല്ലെങ്കിൽ മറ്റ് നാടൻ കോഴികളുടെ ഇനത്തിൽപ്പെടുത്ത കോഴികളുണ്ടാവും. നമ്മുടെ ആവശ്യം എന്താണെന്ന് കണ്ടറിഞ്ഞിട്ട് വേണം നമ്മളൊരു ബ്രീഡിനെ തിരഞ്ഞെടുക്കാൻ. നമ്മുടെ ആവശ്യം എന്താണ്? നമുക്കിപ്പോൾ ഒരു ടൈം പാസിനാണ് നമ്മൾ വളർത്താൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ബ്രീഡുകൾ, ഒന്ന് ഫാൻസി ഇനത്തിൽപ്പെടുത്തിയ ബ്രീഡുകളെ നമുക്ക് തിരഞ്ഞെടുക്കാം, മറ്റൊന്ന് നാടൻ കോഴികളെ നമുക്ക് വളർത്താം. നമ്മുടെ ഒരു ഹോബിയാണ്, നമുക്കൊരു ടൈം പാസ്സാണ്, നമുക്ക് വീട്ടിൽ അത്യാവശ്യം 1-2 മുട്ടകൾ കിട്ടിയാൽ മതി, അതുകൊണ്ട് നമുക്കൊരു വരുമാന മാർഗ്ഗമല്ല എന്ന് നമ്മൾ ഉദ്ദേശിക്കും, നമുക്ക് അതിനൊക്കെ വളർത്താം. പക്ഷേ നമുക്കൊരു വരുമാന മാർഗ്ഗമാണെങ്കിൽ നമ്മൾ ഏത് കോഴികളെ വളർത്തും? അപ്പോൾ നമുക്കൊരു അന്വേഷണം ആവശ്യമായിട്ട് വരും. നമ്മുടെ മുമ്പിൽ ഒരുപാട് കോഴികളുണ്ട്. ഒന്ന് നമ്മുടെ ഗ്രാമപ്രിയ പോലെയുള്ള കോഴികളുണ്ട്, നമുക്ക് നാടൻ രീതിയിൽ അഴിച്ചുവിട്ട് വളർത്താൻ പറ്റുന്ന കോഴികൾ. പ്രിയ, ഗിരിരാജ അതുപോലുള്ള കോഴികളെ നമുക്ക് അതുപോലെ വളർത്താം. കൈരളി അതുപോലുള്ള കോഴികളൊക്കെ നമുക്ക് അഴിച്ചുവിട്ടൊക്കെ വളർത്തുന്ന രീതിയിലുള്ളതാണ്. മറ്റൊന്ന് ഹൈബ്രിഡ് കോഴികളാണ്. ഹൈബ്രിഡ് കോഴികളെന്ന് പറഞ്ഞാൽ പരമാവധി കുറഞ്ഞ സമയത്തിനുള്ളിൽ പ്രൊഡക്ഷൻ നൽകുകയും നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രൊഡക്ഷൻ കിട്ടുകയും ചെയ്യുന്ന തരത്തിലുള്ള കോഴികൾ. ഇതിനാണ് ഹൈബ്രിഡ് കോഴികൾ എന്ന് പറയുന്നത്. അതായത് പെട്ടെന്ന് നമുക്ക് ഒരു വരുമാനം ലഭിക്കത്തക്ക രീതിയിൽ സെറ്റ് ചെയ്യാൻ കഴിയുന്ന ബ്രീഡുകൾ. അപ്പോൾ ഇതിലേതാണ് നമുക്ക് ആപ്റ്റായിട്ടുള്ളത് എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം. നമ്മൾ അഴിച്ചുവിട്ട് വളർത്തുന്ന കോഴികൾ ഗ്രാമപ്രിയ, ഗ്രാമശ്രീ, അതുല്യ, അതുപോലെ തന്നെ ഗിരിരാജ, കൈരളി തുടങ്ങിയ കോഴികളെ വളർത്തുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും അതിൻ്റെ തീറ്റ ചെലവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിതിന് തീറ്റകൾ കുറച്ച് കൊടുത്തിട്ടെന്ന് വിചാരിച്ചിട്ട് നമുക്ക് മുട്ട തരണമെന്നില്ല. തീറ്റ കുറച്ച് കൊടുത്തിട്ട് നമുക്കൊരു തീറ്റ ചെലവ് കുറച്ച് കൊണ്ടുവരാൻ കഴിയില്ല. അതിന് കൊടുക്കേണ്ട പരമാവധി മാക്സിമം തീറ്റകളുണ്ട്. പരമാവധി തീറ്റ എന്ന് പറയുന്നത് 400 ഗ്രാം തീറ്റകൾ ഈ കോഴികൾക്കെല്ലാം കൊടുക്കണം. ഒന്നുകിൽ നിർബന്ധമായിട്ടും ഈ കോഴികൾക്ക് കൊടുത്താലേ ആ പറയുന്ന റേഞ്ചിലുള്ള ഒരു പ്രൊഡക്ഷൻ നമുക്ക് കിട്ടും. ഈ ഗ്രാമപ്രിയ, ഗ്രാമശ്രീ, കൈരളി തുടങ്ങിയ കോഴികൾക്ക് മാക്സിമം നമുക്ക് കിട്ടുന്ന മുട്ടകൾ എന്ന് പറഞ്ഞാൽ 200 മുട്ടകളാണ്. ഒരു വർഷം 200 മുട്ടകൾ. അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് വരുന്നത് എങ്ങനെ പോയാലും നമുക്ക് 200 മുട്ടയെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്ഷൻ കോസ്റ്റ് 4 രൂപയാണ്. ഈ 4 രൂപ പ്രൊഡക്ഷൻ കോസ്റ്റിലാണ് നമുക്ക് 200 മുട്ടകൾ ലഭിക്കുക. നമ്മൾ ഈ 4 രൂപ പ്രൊഡക്ഷൻ കോസ്റ്റ് വരിക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ പാക്കറ്റ് തീറ്റകൾ മാത്രം കൊടുത്ത് വളർത്തുന്ന കോഴികൾക്കാണ് ഈ ഒരു 4 രൂപ പ്രൊഡക്ഷൻ കോസ്റ്റ് വരിക. പക്ഷേ നമ്മൾ ഈ കോഴികളെ വളരെ ലാഭകരമായിട്ട് നമുക്ക് വളർത്തിയെടുക്കാം. എങ്ങനെ? നമുക്ക് അഴിച്ചുവിട്ട് വളർത്തി നമുക്ക് പുറത്തുള്ള നമുക്ക് 1 രൂപ പോലും ഇൻവെസ്റ്റ് ചെയ്യാതെയുള്ള തീറ്റ ചിലവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിതിനൊരു
വളരെ ചിലവ് കുറച്ച് നമുക്കൊരു 2.5 രൂപ 3 രൂപയ്ക്കകത്ത് നമുക്ക് ഇതിൻ്റെ കോസ്റ്റ് നിർത്തിക്കൊണ്ട് നമുക്ക് മുമ്പോട്ട് ഈ ഫാമിംഗ് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും. പക്ഷേ നമ്മൾ സ്വന്തം ഫോർമുലയിലുള്ള ഒരു തീറ്റ ആണെങ്കിൽ കൂടി സ്വന്തം ഫോർമുലയിലുള്ള ഒരു തീറ്റ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കൂടി നമുക്കൊരു 3.5 രൂപ ചിലവ് വരും. 3 രൂപ കാരണം അതിൻ്റെ മുട്ടയുടെ പ്രൊഡക്ഷൻ റേഞ്ച് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. നിങ്ങളത് വളർത്തുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് നാടൻ കോഴികളെ വളർത്തിയാലും ഒക്കെ നമുക്ക് ആ ഒരു കോസ്റ്റ് വരും. നിങ്ങൾക്ക് നാടൻ കോഴികൾ വളർത്തുന്നവരെല്ലാം പറയാറുണ്ട് നമുക്ക് വളരെയധികം കോസ്റ്റ് കുറവാണ്, നമുക്ക് തീറ്റച്ചെലവ് കുറവാണ് എന്നൊക്കെ. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു തീറ്റച്ചെലവ് കുറയ്ക്കുന്ന രീതിയിലുള്ള ഒരു കോസ്റ്റിലുള്ള ഒരു ഫാമിംഗ് രീതി ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. നാടൻ കോഴികളാണെങ്കിലും ഗ്രാമപ്രിയ, ഗ്രാമശ്രീ തുടങ്ങിയ കോഴികൾ ഏതൊക്കെയാണെങ്കിലും നമുക്ക് കൊടുക്കുന്ന തീറ്റകൾക്കെല്ലാം നമുക്ക് ചിലവുണ്ട്. തവിട് വാങ്ങിച്ചാൽ അതിന് ചിലവുണ്ട്, പൈസ കൊടുക്കണം. അരി വാങ്ങിച്ചാൽ പൈസ കൊടുക്കണം, ഗോതമ്പ് വാങ്ങിച്ചാൽ പൈസ കൊടുക്കണം, ബാക്കി എല്ലാ സാധനങ്ങളും കൂടുതൽ പൈസ കൊടുക്കണം. പക്ഷേ അങ്ങനെയൊക്കെ കൊടുത്തിട്ട് വളർത്തുമ്പോൾ നമുക്ക് അതനുസരിച്ചുള്ള പ്രൊഡക്ഷൻ കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഇത് ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ കഴിയുക? ആ കോഴികളെ നമുക്ക് പരിപൂർണമായിട്ടും നമ്മുടെ വീട്ടുവളപ്പിൽ അഴിച്ചുവിട്ട് വളർത്താനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ മാത്രം ആ കോഴികളുമായിട്ട് മുമ്പോട്ട് പോയാൽ മതിയാകും. അല്ലെങ്കിൽ ആ കോഴികളെ നമുക്ക് നല്ലൊരു പ്രൊഡക്ഷൻ ലെവലിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഈ 200 അല്ലെങ്കിൽ 220 മുട്ടകൾ വരെ കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പാക്കറ്റ് തീറ്റയെ ആശ്രയിക്കേണ്ടി വരും. പാക്കറ്റ് തീറ്റയെ ആശ്രയിക്കേണ്ടി വരുമ്പോൾ നമുക്ക് ആ ഒരു കോഴികളെ വളർത്തുമ്പോൾ നമുക്ക് ലാഭകരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ആ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് ഹൈബ്രിഡ് കോഴികളെ നമുക്ക് വളർത്താം. ഹൈബ്രിഡ് കോഴികളിൽ ഏതിനെ നമുക്ക് ലാഭകരമായിട്ട് നമുക്ക് തീറ്റച്ചെലവ് കുറച്ച് വളർത്താം. ഹൈബ്രിഡ് കോഴികളെ നമുക്ക് തീറ്റച്ചെലവ് കുറച്ച് വളർത്താൻ കഴിയുന്ന പല മാർഗ്ഗങ്ങളുണ്ട്. അതെല്ലാം ഞാൻ എൻ്റെ ഈ ചാനലിലൂടെ പറഞ്ഞു പോയിട്ടുള്ളതുമാണ്. അതെല്ലാം നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ കയറിയാൽ വ്യക്തമായിട്ട് മനസ്സിലാകും. ഹൈബ്രിഡ് കോഴികളുടെ ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ ഹൈബ്രിഡ് കോഴികളെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയൊന്നുമല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ലാഭകരമായിട്ട് നല്ല രീതിയിൽ വളർത്താൻ കഴിയുന്ന ഒരുപാട് ബ്രീഡുകൾ നമ്മുടെ ഇന്ന് ഭൂമുഖത്തുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ എല്ലാ ബ്രീഡിനും പറയുന്ന ഒരു പ്രൊഡക്ഷൻ റേഷ്യോ 300 മുതൽ 310 വരെയാണ്. ഏതൊരു കോഴിക്കും, അത് ഇൻഡി ബ്രൗൺ ആകട്ടെ, BB380 ആകട്ടെ, അതുപോലെ തന്നെ ഹൈലൈൻ ആകട്ടെ, ഏത് കോഴികളാണെങ്കിലും. അതുപോലെ തന്നെ ഈ ലഗോൺ കോഴികൾ പോലും, ലഗോൺ കോഴികളെ വളർത്തിയാൽ നമുക്കൊരു പ്രധാനപ്പെട്ട കേരളത്തിൽ ലഗോൺ കോഴികളെ വളർത്തി കഴിഞ്ഞാൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതിൻ്റെ മുട്ടയുടെ ഒരു വിലയാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം 4 രൂപ 3 രൂപ 4 രൂപയ്ക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാകും, പിന്നെ എങ്ങനെയാണ് തമിഴ്നാട്ടിലെ കർഷകർ ഇത്ര വലിയ വ്യാപകമായിട്ട് ചെയ്തത് ലാഭകരമായിട്ട് കൊണ്ടുപോകുന്നത്? അത് നമ്മളെപ്പോലെ അവർ ഒരു കോഴിക്ക് 2 രൂപ അല്ലെങ്കിൽ 3 രൂപ ലാഭം കിട്ടണമെന്നുള്ള പ്രതീക്ഷയിൽ ചെയ്യുന്നവരല്ല അവർ മാക്സിമം അവരെടുക്കുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 50 പൈസയാണ്. 50 പൈസ പ്രോഫിറ്റ്. അവർക്കും ഇതേ കോസ്റ്റാണ്, തീറ്റച്ചെലവ് തന്നെയാണ് വരുന്നത്. ലഗോൺ കോഴികളൊക്കെ വളർത്തുന്ന തമിഴ്നാട് ലോബികൾ വെള്ളമായിട്ട് ലഗോൺ മുട്ടകൾ നമ്മൾ കടകളിൽ വാങ്ങാൻ കിട്ടുന്നുണ്ട്. ഈ മുട്ടകളൊക്കെ കൃഷി ചെയ്യുന്ന കർഷകർ ചെയ്യുന്നത് അവർ ബൾക്ക് ഫാമിംഗ് ആണ് ചെയ്യുന്നത്. അവർ 50,000 1 ലക്ഷം കോഴികളെയാണ് ഇട്ട് വളർത്തുന്നത്. ഈ 50,000 1 ലക്ഷം കോഴികളെ ഇട്ട് വളർത്തുമ്പോൾ അവർ ഒരു കോഴിക്ക് പെർ പീസിന് 50 പൈസയാണ് അവർ പ്രോഫിറ്റായിട്ട് എടുക്കുന്നത്. ഈ 50 പൈസ പ്രോഫിറ്റായിട്ട് എടുക്കുമ്പോൾ തന്നെ അവർ പെർ ഡേയിൽ 50,000 രൂപയാണ് 1 ലക്ഷം കോഴികളെ ഇട്ട് വളർത്തി 90,000 മുട്ടകൾ അവർക്ക് ലഭിക്കുകയാണെങ്കിൽ അവർക്ക് 45,000 രൂപയാണ് ഒരു ദിവസത്തെ വരുമാനം. എല്ലാ ചിലവും കഴിഞ്ഞിട്ട് 45,000 രൂപ വരുമാനം. അങ്ങനെയാണ് അവർ ഒരു ഫാമിംഗ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് അതല്ല. നമ്മൾ തുച്ഛമായ ഒരു 100 കോഴികളെ ഇട്ട് വളർത്തി 50 കോഴികളെ ഇട്ട് വളർത്തി നമുക്ക് ഒരു 10,000 20,000 30,000 രൂപ കിട്ടണം എന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല. നമുക്കൊരു 100 കോഴികളെ ഇട്ട് വളർത്തിയാൽ നമുക്ക് മാക്സിമം കിട്ടാവുന്ന ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് 7,000 രൂപയാണ്. ഈ 7,000 അല്ലെങ്കിൽ 8,000 രൂപ പ്രോഫിറ്റ് കിട്ടും. ഈ 8,000 രൂപ കിട്ടണമെങ്കിൽ തന്നെ നമുക്ക് അതിന് പ്രൊഡക്ഷൻ കോസ്റ്റ് 3 രൂപ വരും. ഈ 3 രൂപ കഴിഞ്ഞിട്ട് നമുക്കൊരു 6 രൂപയ്ക്ക് മുട്ട വിൽക്കുമ്പോഴാണ് നമുക്ക് ഈ 7,000 രൂപ അല്ലെങ്കിൽ 8,000 രൂപ നമുക്ക് കിട്ടുന്നത്. അതിൽ കുറച്ച് നമുക്ക് എങ്ങനെ വളർത്താം? അങ്ങനെ ചിന്തിച്ച് നമ്മൾ റിസർച്ച് ചെയ്തിട്ട് വേണം നമ്മളൊരു കോഴിയെ വളർത്തി തുടങ്ങുവാൻ. നമുക്കെപ്പോഴും നല്ലൊരു പ്രോഫിറ്റബിളായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടൂ. നമുക്കൊരു 25,000 അല്ലെങ്കിൽ 30,000 രൂപ നമുക്കൊരു മാസം ലഭിക്കണമെങ്കിൽ നമുക്ക് മാക്സിമം ഒരു 500 കോഴിയെ ഇട്ട് വളർത്തിയാൽ നമുക്ക് ഈ ഒരു റേഞ്ചിലുള്ള കിട്ടും. പക്ഷേ അത് തീറ്റച്ചെലവ് കുറച്ചിട്ട് വളർത്താൻ കഴിയും. നമുക്ക് ഈ കോഴികളെ എങ്ങനെ ഫ്രീ റേഞ്ചിൽ വളർത്തി നമുക്ക് ലാഭകരമായിട്ട് കൊണ്ടുപോകാം? അല്ലെങ്കിൽ ഈ ഹൈബ്രിഡ് കോഴികളെ തന്നെ നമുക്ക് നാടൻ തീറ്റകൾ പകുതി നമുക്ക് ലെയർ മാഷ്, പകുതി ഇപ്പോൾ നമുക്ക് ഇൻഡി ബ്രൗൺ കോഴികളെ തന്നെ എടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഇൻഡി ബ്രൗൺ കോഴികൾ, BB380 കോഴികൾ തുടങ്ങിയ കോഴികളെ നമുക്ക് വളർത്തിയാൽ നമുക്ക് ലാഭകരമാണ് എന്നാണ് എല്ലാവരുടെയും ഒരു കൺസെപ്റ്റ്. ശരിയാണ്, അത് ലാഭകരമായിട്ട് കൊണ്ടുപോകാം. ഞാൻ ഈ പറഞ്ഞതുപോലെ നമുക്ക് പാക്കറ്റ് തീറ്റ മാത്രം കൊടുത്ത് വളർത്തുകയാണെങ്കിൽ നമുക്ക് 7,000-8,000 രൂപ ഒരു മാസം 100 കോഴികൾക്ക് നമുക്ക് വരുമാനം ലഭിക്കും. പക്ഷേ ഈ കോസ്റ്റ് തന്നെ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞാലോ, ഈ കോസ്റ്റ് തന്നെ നമുക്ക് കുറച്ച് കൊണ്ടുവന്ന് നമുക്ക് നല്ല രീതിയിൽ ഇതിനെ വളർത്താൻ കഴിഞ്ഞാലോ, ഏറ്റവും നല്ല രീതിയിൽ അതിനെ നമുക്ക് നമ്മുടെ ഫോർമുലയിൽ നല്ലൊരു തീറ്റ ഉണ്ടാക്കി കൊടുത്ത് അതിനെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ബിസിനസ് അല്ലെങ്കിൽ ഏറ്റവും ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ഫാമിംഗ് രീതി അതായിരിക്കും. അത് നമുക്ക് BB380 ഇൻഡി ബ്രൗൺ പോലെയുള്ള കോഴികളെ നമുക്ക് ആ രീതിയിൽ വളർത്താൻ കഴിയും. പക്ഷേ അതിന് കുറച്ച് അധ്വാനം വേണ്ടി വരും.
ഈ അധ്വാനം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ പാക്കറ്റ് തീറ്റ, നമുക്ക് വരുന്ന പാക്കറ്റ് തീറ്റകൾ എല്ലാം നമുക്ക് റെഡിമെയ്ഡ് തീറ്റകളാണ്. അതിനകത്ത് നമുക്ക് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അത് കൊണ്ട് കൊടുത്താൽ മാത്രം മതി. നമുക്ക് ചാക്കുകൾ എടുത്ത് നമ്മൾ അതേപോലെ നമുക്ക് എത്ര കിലോയാണ് വേണ്ടത് അത് തൂക്കി കോഴികൾക്ക് ഇട്ട് കൊടുക്കുക. ആ ഒരു രീതി മാത്രം ചെയ്താൽ മതി. നമുക്ക് യാതൊരു റിസ്ക്കും ഇല്ല. കൊണ്ടുവരിക, കോഴികൾക്ക് ഇട്ട് കൊടുക്കുക. പക്ഷേ നമ്മൾ സ്വന്തമായിട്ടുള്ളൊരു ഫോർമുലേഷനിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ചെറിയ രീതിയിലൊക്കെ ഒരു തീറ്റ ഉണ്ടാക്കുകയാണെങ്കിൽ അത് എല്ലാ ദിവസവും നമ്മൾ ആ ഫോർമുലേഷനുള്ള തീറ്റകൾ നമ്മൾ ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഹൈബ്രിഡ് കോഴികളായ ഇൻഡു ബ്രൗൺ, BB380, ഹൈലൈൻ തുടങ്ങിയ കോഴികളെയും നമുക്ക് ഇതേ രീതിയിൽ തീറ്റച്ചെലവ് കുറച്ച് വളർത്താൻ കഴിയും. അങ്ങനെ റിസ്ക് എടുക്കാൻ കഴിയുന്നവർ മാത്രമേ വിജയിക്കുകയുമുള്ളൂ ഇനിയുള്ള കാലങ്ങളിൽ. കാരണം ഇന്ന് ഉള്ള ലെയർ മാഷിൻ്റെ വില 1400 രൂപയാണ്. ഈ 1400 രൂപയ്ക്ക് ലെയർ മാഷ് കൊടുത്തിട്ട് നമുക്ക് അതിനെ വല്ല രീതിയിലൊരു പ്രോഫിറ്റബിളായിട്ട് വളർത്താൻ കഴിയുമെന്നുള്ള ധാരണയൊന്നും ആർക്കും വേണ്ട. നമുക്ക് സ്വന്തമായിട്ടുള്ള തീറ്റ അതെല്ലാ ദിവസവും ഉണ്ടാക്കി കൊടുക്കാൻ രാവിലെയും വൈകിട്ടും ഉണ്ടാക്കേണ്ടി വരും. ആ ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു മനസ്സും ഉണ്ടാക്കി കൊടുക്കാനുള്ള ക്ഷമയും അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ സമയം കണ്ടെത്തുവാൻ കഴിയുകയും അതിനുവേണ്ടി മെനക്കെടാൻ കഴിയുന്നവരും ഉണ്ടെങ്കിൽ മാത്രമേ ഈ രംഗത്ത് വിജയിക്കുകയുള്ളൂ ഇനിയുള്ള കാലം. അല്ലാതെ നമ്മൾ പരിപൂർണമായിട്ടും ഒരു പാക്കറ്റ് തീറ്റയെ ആശ്രയിച്ച് നമുക്ക് ഈ ഒരു ഫാമിംഗ് രംഗം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പം നമ്മളൊരു ഫാമിംഗ് തുടങ്ങുമ്പോൾ നമ്മൾ അക്കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിലുണ്ടാവണം. നമുക്കിപ്പോൾ അങ്ങനെ കൊടുക്കാൻ കഴിയും. നമ്മളിപ്പോൾ 100 കോഴിയെ വളർത്തിയിട്ട് നമുക്കൊരു 2 കിലോ തീറ്റ നമ്മൾ ലെയർ മാഷ് ഇട്ട് കൊടുത്തു, ബാക്കി 2 കിലോ അല്ലെങ്കിൽ 3 കിലോ തീറ്റ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി കൊടുത്താലോ എന്നൊരു ചിന്തയിലൂടെ ആവണം നമുക്കൊരു പുതിയ ഫാമിങ്ങിലേക്ക് കടക്കുവാൻ. അല്ലാതെ നമുക്കൊരു റെഡിമെയ്ഡായിട്ട് കിട്ടും, അല്ലെങ്കിൽ നമുക്കെല്ലാം റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ചു കൊടുക്കാം എന്നുള്ള രീതിയിലോ, അല്ലെങ്കിൽ ഒരു കുറച്ച് കോഴികളായിട്ട് വളർത്തിയിട്ട് ആ കോഴികളെ നോക്കാനായിട്ട് ഒരു സ്റ്റാഫിനെ നിർത്തി നമുക്കൊരു വിജയിപ്പിച്ചെടുക്കാനൊന്നും കഴിയില്ല. എല്ലാം നമ്മുടെ കൈകൊണ്ട് തന്നെ ചെയ്യണം. നമ്മളൊരു 500 കോഴി 1000 കോഴിയായിട്ട് വളർത്തിയാൽ തന്നെ നമുക്ക് ഒരാൾക്ക് മാനേജ് ചെയ്യാനുള്ള കാര്യമേ അതിനകത്തുള്ളൂ. നമുക്ക് രാവിലെ 1000 കോഴികളെ ആണെങ്കിലും നമുക്കൊരു ദിവസം കറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ ഫോർമുലേഷനിൽ തീറ്റ ഉണ്ടാക്കി കൊടുക്കാം. അതുപോലെ തന്നെ അതിൻ്റെ ക്ലീനിങ്ങും ബാക്കി പരിചരണങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതിൻ്റെ മാർക്കറ്റിങ്ങും നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും അതിന് യാതൊരു തടസ്സവും എവിടെയും ഉണ്ടാവില്ല. അതിനെല്ലാം നമ്മൾ സമയം ക്രമീകരിച്ച് മുമ്പോട്ട് പോയി അതിന് മാർക്കറ്റ് കണ്ടെത്തി നമ്മൾ എല്ലാത്തിനും ഓരോ സമയം കണ്ടെത്തി ഒരു ടൈം ടേബിൾ പോലെ സിസ്റ്റം നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള സമയമുണ്ടാകും, നമുക്ക് കുടുംബത്തോട് ചെലവഴിക്കാനുള്ള സമയമുണ്ടാകും, നമുക്ക് നമ്മുടെ ഫാമിൽ ശ്രദ്ധിക്കാൻ സമയമുണ്ടാകും, നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ സമയം, എല്ലാത്തിനും സമയമുണ്ടാകും. പക്ഷേ ഈ 1000 കോഴികളായിട്ട് വളർത്തിയിട്ട് നമ്മളൊരു സ്റ്റാഫിനെ ഇട്ട് വെച്ച് നമ്മൾ റെഡിമെയ്ഡ് തീറ്റയും കൊടുത്ത് വളർത്താനാണെങ്കിൽ നമുക്ക് സമയവും ഉണ്ടാവില്ല. കാരണം അവനെ നോക്കാൻ തന്നെ നമുക്ക് സമയം ഉണ്ടാവില്ല. അതിൻ്റെ പുറകെ പോകും. നമുക്ക് വലിയൊരു ലാഭകരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനും കഴിയില്ല. അപ്പം നിങ്ങൾ പുതുതായിട്ട് തുടങ്ങുന്നവർ ചെയ്യേണ്ടത്, നിങ്ങളൊരു കോഴികളെ ഇട്ട് വളർത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ കോഴികളുടെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാനുള്ളൊരു പ്രാപ്തി ഉണ്ടോ എന്ന് ആദ്യം ആ കോഴികളുടെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാനുള്ള ഒരു പ്രാപ്തി നിങ്ങളിൽ ഉണ്ടോ എന്ന് നിങ്ങൾ സ്വയം പരിശോധനയ്ക്ക് വിധേയമാക്കുക. അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതോടൊപ്പം തന്നെ സ്വന്തമായിട്ട് തീറ്റ കുറച്ചെങ്കിലും ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾ കാണിക്കുകയും കൂടി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ രംഗത്ത് വിജയിക്കാൻ കഴിയും. അല്ലാതെ നമ്മൾ മുമ്പോട്ട് പോയിട്ട് യാതൊരു കാര്യമില്ല. നമുക്ക് ഏറ്റവും ഈ ആപ്റ്റായിട്ട് ഒരു വ്യാവസായികമായിട്ട് വളർത്താൻ കഴിയുന്ന ബ്രീഡുകൾ എന്ന് പറയുന്ന ഹൈബ്രിഡ് കോഴികൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള കോഴികളെയൊക്കെ ഇട്ട് നമുക്ക് വളർത്തി കഴിഞ്ഞാൽ അത് എത്രത്തോളം വിജയകരമാകുമെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഓരോ സമയത്തും ആ കോഴികൾക്കൊക്കെ ചിലപ്പോൾ പ്രൊഡക്ഷൻ ലോസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ പ്രൊഡക്ഷൻ ലോസ് ഉണ്ടാകുന്നതോടൊപ്പം തന്നെ നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് വർദ്ധിക്കുകയാണ്. 100 കോഴികളെ ഇട്ട് നമുക്കൊരു 90 മുട്ട കിട്ടുന്നതും 100 കോഴികളെ ഇട്ട് 45-50 മുട്ട കിട്ടുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഈ കോഴികൾക്കെല്ലാം കൊടുക്കേണ്ട തീറ്റയുടെ റേഷ്യോയും തീറ്റയുടെ അളവും എല്ലാ പരിചരണ രീതികളും ഒരേപോലെയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു കൂടുതൽ മുട്ടകൾ കിട്ടുന്ന തരത്തിലുള്ള കോഴികളെ ഇട്ട് വളർത്തുകയാണ് ഏറ്റവും നല്ലത്. പ്രൊഡക്ഷൻ കോസ്റ്റ് കുറച്ചുകൊണ്ട് നമുക്ക് വളർത്താൻ കഴിയാത്ത രീതിയിൽ നമുക്ക് വളർത്തി തുടങ്ങണം. അങ്ങനെ വേണം നമ്മൾ ഓരോ പുതിയ കാൽവെപ്പുകാരും നമ്മൾ ചെയ്യുവാൻ. അപ്പോൾ പുതിയ ആളുകൾക്കായിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ വരും വീഡിയോകൾ നമുക്ക് ഓരോ ദിവസം വേണമെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. എങ്ങനെ തുടങ്ങണം, എങ്ങനെയാണ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ആ ഒരു ടോപ്പിക്കിൽ ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ട് കണ്ടാൽ മതി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ ഒരുപാട് വീഡിയോ നീണ്ടു പോകുന്നത് ഭയക്കുന്നത് കൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ പരിപൂർണമായിട്ടും കണ്ട എല്ലാവർക്കും വളരെ നന്ദി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, വീഡിയോ പരിപൂർണമായിട്ടും ലൈക്ക് ചെയ്തു പോവുക. നിങ്ങൾ ഈ പരിപൂർണമായിട്ടും ഇത് മറ്റുള്ള പുതിയ തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇത് ഷെയർ ചെയ്തു കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ചാനലിലൂടെ ഉൾപ്പെടുത്തേണ്ട അറിവുകൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ആ ഒരു ടോപ്പിക്ക് ഞാനൊരു വീഡിയോ ആക്കി നിങ്ങൾ ഇതിനകത്ത് പബ്ലിഷ് ചെയ്യാം. അപ്പോൾ അക്കാര്യം കൂടി കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.